മുഖ്യമന്ത്രി മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദന് വൈകാരിക യാത്രയയപ്പ് നൽകി തലസ്ഥാന നഗരം. ദർബാർ ഹാളിൽ പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ ജനം ഒഴുകിയെത്തി. സമരവീര്യ ചരിത്രത്തിലെ തീരാ കനലാണ്. പക്ഷേ അതുപോലൊരു നേതാവ് ഇന്നില്ല. അച്യുതാനന്ദനെ പോലൊരു നേതാവില്ല പകരം വയ്ക്കാൻ. കൊയ്യാനും മെതിക്കാനും ഒക്കെ പോയി അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായതാണ്. അവരങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരായതും VS-നെ ആ രീതിയിൽ അറിയുന്നത്. ജനനായകനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അത് 4 മണിക്കൂർ പിന്നിടുമ്പോഴും തിരുവനന്തപുരം ജില്ല വിട്ടിട്ടില്ല. വഴിയോരങ്ങളിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആയിരങ്ങളാണ് കാത്തുനിൽക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാഷ്മി, സമയക്രമങ്ങളൊക്കെ തെറ്റുകയാണ്. VS-നെ കാണാൻ റോഡിനിരുവശവും ജനക്കൂട്ടമുണ്ട്. അവരിങ്ങനെ ആർത്തലയ്ക്കുന്നുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. VS-നെ ഒരു നോക്ക് കാണുക എന്നതാണ് അവർ കാണണമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ വിലാപയാത്ര എവിടെ എത്തിയിരിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ ഹാഷ്മി? VS-ന്റെ കാര്യത്തിൽ ആ സമയക്ലിപ്ത പാലിക്കില്ല ഉന്മേഷ്. അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ 2 മണിക്ക് വിലാപയാത്ര തുടങ്ങിയതാ. ഇപ്പോൾ 4 മണിക്കൂർ കഴിയുമ്പോഴും ശ്രീകാര്യത്തേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. ശ്രീകാര്യത്തിന്റെ ഈ റോഡിൽ നൂറുകണക്കിനായ പ്രവർത്തകരുടെ VS-നെയൊക്കെ കാണാൻ, ഒരു നോക്ക് കാണാൻ, ഒരു കൈ മുഷ്ടിച്ചുരുട്ടി ഒരു അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ ഇങ്ങോട്ട് നൂറുകണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൊണ്ട് നിൽക്കുന്നു. ശ്രീകാര്യത്തെ മാത്രം കാഴ്ചയല്ല ഉന്മേഷ് നമ്മൾ കാണുന്നത്. അവിടെ സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിൽ നിന്ന് ഈ വിലാപയാത്ര തുടങ്ങിയപ്പോൾ ഈ സമയം വരെ ഏതാണ്ട് ഇത് തന്നെയാണ് കാഴ്ച. അവിടുന്ന് ഇവിടം വരെ റോഡിന്റെ ഇരുവശവും ഏതെങ്കിലും തരത്തിൽ മനുഷ്യന്മാർ ഒരു വിടവ് വരാത്ത രീതിയിൽ ഒരു മനുഷ്യ മഹാമതിൽ എന്ന് പറയും മട്ടിൽ VS ഒരു നോക്ക് കാണാനും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും അവിടെ നൂറുകണക്കിന് മനുഷ്യർ തടിച്ചുകൂടി നിൽക്കുന്നു. ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പൊ ഏതാണ്ട് നേരത്തെ നമ്മളോട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിച്ചിരുന്നു. MV ഗോവിന്ദൻ തന്നെ പറയുകയാണ് ഈ പറഞ്ഞ സമയക്ലിപ്ത പാലിക്കാൻ കഴിയില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട്. കാര്യം ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ പ്ലാനിങ്ങുകളൊക്കെ പൊളിഞ്ഞു. ഓരോ പോയിന്റുകളിൽ 41 പോയിന്റുകൾ, ഒരു പോയിന്റ് കഴിഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് പോകാമെന്നുള്ളതായിരുന്നു പദ്ധതി. പക്ഷേ ആ പദ്ധതികൾ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ പോയിന്റ് കഴിയുമ്പോഴും അടുത്ത പോയിന്റ് ഈ പറയുന്ന പേപ്പറിലല്ലാത്ത പോയിന്റ് രൂപപ്പെടുകയാണ്. ആ പോയിന്റുകളിൽ നൂറുകണക്കിന് ആളുകൾ VS അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് മുന്നിൽ ആ വിലാപയാത്ര വാഹനം ഒരു നിമിഷം നിൽക്കാത്ത തരമില്ലെന്നാകുന്നു. അങ്ങനെ പല ഒരു നിമിഷങ്ങളാകുമ്പോഴേക്കും വല്ലാതെ വൈകുന്നു. അങ്ങനെ വല്ലാതെ വൈകി മാത്രമേ ഇതെന്തായാലും രാത്രി 2 മണി എന്ന് പറയുന്ന പദ്ധതി നടക്കാൻ പോകുന്നില്ല. അതെന്തായാലും പുലർച്ചെയൊക്കെ ആലപ്പുഴയൊക്കെ ആകുമ്പോഴേക്കും പുലർച്ചയൊക്കെ ആകും എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും VS-ന് നാട് ഐതിഹാസികമായ ചരിത്രപരമായ യാത്ര ഇപ്പോൾ തന്നെ നൽകുന്നു. തലസ്ഥാന നഗരി ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു നഗരം. VS-ന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വലിയ സാക്ഷിയായ ഒരു നഗരം. ആ നഗരം VS-ന് ഹൃദയവായ്പോടുകൂടി യാത്ര നൽകുകയാണ്. അതേവിടെ നമുക്ക് കാണാം. ഇവിടെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഈ വിദ്യാർത്ഥികൾ, ഈ യുവാക്കൾ ഇവിടെ ഒന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം തന്നെയാണ് വിളിക്കുന്നത്. എരിവെയിലെത്തും പൊരിമഴയെത്തും ഞങ്ങൾക്കിപ്പോ ആ നേതാവിന് എല്ലാവിധ ആദരം അർപ്പിക്കുന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ മുദ്രാവാക്യങ്ങൾ, അങ്ങനെ പലവിധ മുദ്രാവാക്യങ്ങൾ, പലവിധ വാക്കുകൾ, പലവിധ ഉറപ്പുകൾ VS-ന് നൽകുന്നു. VS-ന്റെ യാത്രയ്ക്ക് നൽകുന്നു. ആ ഉറപ്പ് നൽകുന്നത് ഇല്ല മരിക്കില്ല, സഖാവ് VS അങ്ങ് പോയാലും അങ്ങ് മുന്നോട്ട് വെച്ച ആശയം ഈ മണ്ണിൽ ജീവിക്കും, ഈ മണ്ണിൽ വളരെ സചേതനമായി തന്നെ ജീവിക്കും എന്ന് ഉറപ്പ് VS നൽകുന്ന മുദ്രാവാക്യം. അങ്ങനെ പലവിധ മുദ്രാവാക്യം VS ഉയർത്തിപ്പിടിച്ച ആശയം അത് ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. അതിനൊരു കാലത്തും മരണമില്ല എന്ന് ഈ ജനങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ ആൾക്കൂട്ടം പ്രഖ്യാപിക്കുന്നുണ്ട്. വിജയകുമാർ കൂടി ചേരുന്നുണ്ട്. വിജയകുമാർ, ആകാശ ദൃശ്യങ്ങളിൽ കാണാം അവിടെ എത്രത്തോളം വലിയ ജനക്കൂട്ടമാണ് അതെന്ന്. VS-ന് ഒരു നോക്ക് കാണാൻ വേണ്ടി അവർ എത്തിയിരിക്കുന്നത് എന്ന് അവരുടെ മുദ്രാവാക്യം വിളികൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. വിജയകുമാറിലേക്ക്. ഉന്മേഷ്, നമ്മൾ ശ്രീകാര്യത്താണ് ഈ വിലാപയാത്ര എത്തിയിരിക്കുന്നത്. വിലാപയാത്ര ഏതാണ്ട് ഒരു പദയാത്ര കണക്കെയാണ്. എല്ലായിടത്തു നിന്നും ആളുകൾ ഈ വിലാപയാത്രയ്ക്കൊപ്പം കാൽനടയായി സഞ്ചരിച്ച് അതിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ശ്രീകാര്യത്താണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഏറ്റവും വലിയ ആൾക്കൂട്ടം എത്തിയത് ഒരുപക്ഷെ ശ്രീകാര്യത്താണ് എന്ന് തോന്നുന്നു. ശ്രീകാര്യം ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക്, പാർട്ടി പ്രവർത്തകർക്കൊക്കെ എത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ശ്രീകാര്യം. അതുകൊണ്ട് ശ്രീകാര്യത്തേക്ക് ഒരു വലിയ ജനക്കൂട്ടം ഇതിനോടകം എത്തിയിട്ടുണ്ട്. ആ വിലാപയാത്രയിൽ VS-ന്റെ ഭൗതിക ശരീരമുള്ള ആ വാഹനം ഇവിടേക്ക് കടന്നു വന്നിട്ടില്ല.
അത് തൊട്ട് പിന്നാലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗം ഏതാണ്ട് ഒരു ജനനിബിഡമായി കഴിഞ്ഞു. എല്ലാവരുടെയും കൈകളിൽ പൂക്കളൊക്കെ ഉണ്ട്. അത് ആ വാഹനത്തിൽ അർപ്പിച്ച് VS അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് നമ്മൾ ശ്രീകാര്യത്ത് കാണുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഈ വിലാപയാത്ര കടന്നു പോകുമ്പോൾ എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുകയാണ്. അത് ശ്രീകാര്യത്തെത്തുമ്പോഴേക്കും ഒരു ജനസമുദ്രം എന്ന കണക്ക് വലിയ ആൾക്കൂട്ടത്തെയാണ് നമുക്ക് ശ്രീകാര്യത്ത് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ വരുന്ന പലയിടത്തും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ആളുകൾ VS അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തയ്യാറാക്കിയ നേരത്തെ ഒരു ലിസ്റ്റ് പാർട്ടി CPM ജില്ലാ കമ്മിറ്റി നൽകിയിരുന്നു. ആ ലിസ്റ്റിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി സമയവും ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വിലാപയാത്ര വളരെ സാവധാനമാണ് ആലപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങുന്നത്. നമ്മൾ ശ്രീകാര്യത്ത് എത്തിയതേ ഉള്ളൂ. അത് ഏതാണ്ട് 2:15 മണിക്ക് യാത്ര പുറപ്പെട്ടതാണ്. ആ യാത്ര ഇപ്പോൾ ശ്രീകാര്യത്ത് എത്തിയിരിക്കുന്നതേ ഉള്ളൂ. ശ്രീകാര്യത്ത് എത്തുമ്പോഴേക്കും ഇത്രയും മണിക്കൂർ വൈകുന്നു. എനിക്ക് തോന്നുന്നത് നേരത്തെ കരുതിയതിനേക്കാൾ വളരെയധികം സമയം എടുക്കും ഇത് ആലപ്പുഴയിൽ ഈ വിലാപയാത്ര എത്തിച്ചേരാൻ. ദൃശ്യങ്ങളിൽ കാണാം ആ വാഹനം ഈ ശ്രീകാര്യത്തെ വീതിയിലൂടെ കടന്നു വരികയാണ്. എനിക്ക് തോന്നുന്നു ശ്രീകാര്യം ജംഗ്ഷൻ കഴിയാൻ തന്നെ വളരെയധികം സമയമെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ജനക്കൂട്ടം ഈ റോഡിൻ്റെ 2 സൈഡിലായി നിൽക്കുന്നുണ്ട്. എല്ലാവരും മുദ്രാവാക്യമൊക്കെ മുഴക്കി ഈ റോഡിൻ്റെ ഇരുവശത്തുമായി VS അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. VS അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ഒക്കെയായി അല്ലെങ്കിൽ ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന കാലത്ത് നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരു ജംഗ്ഷൻ, അല്ലെങ്കിൽ നിരന്തരമായി യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ശ്രീകാര്യം. അവിടേക്ക് VS ഇനി മടക്കമില്ലാത്ത ഒരു യാത്ര നടത്തുകയാണ്. ഈ ആളുകൾക്കിടയിലൂടെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ, അന്തിമോപചാരം അർപ്പിക്കുന്നവർക്കിടയിലൂടെ VS ഒരു മടക്കമില്ലാത്ത യാത്ര നടത്തുകയാണ്. നമ്മൾ അതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന. മുദ്രാവാക്യം മുഴക്കി അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വളരെ സാവധാനമാണ് ഈ വാഹനം ഇതാ നമ്മൾ ഈ കാണുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ കടന്നു വരുന്നത്. കൊച്ചുകുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ഒട്ടും തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം ആൾക്കൂട്ടത്തിന് നടുവിലൂടെയാണ് VSന്റെ ഭൗതിക ശരീരം ഇതാ വിലാപയാത്രയായി കൊണ്ടുവരുന്നത്. അതൊരു പദയാത്ര കണക്കെയാണ് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാഹനം ഓടിക്കുന്ന ഒരാൾ മാത്രമാണുള്ളത്. ബാക്കി എല്ലാവരും ഒരു പദയാത്ര പോലെ, ഒരു കാൽനട യാത്ര പോലെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. തിരുവനന്തപുരം ഇത്രയും കിലോമീറ്ററായി ഒട്ടുമിക്ക ആളുകളും ഈ വിലാപയാത്രയിൽ അതിൻ്റെ ഒപ്പം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു പക്ഷേ VSനോടുള്ള വലിയ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് അദ്ദേഹം അവസാന യാത്ര നടത്തുന്നത്. ഇപ്പോൾ ശ്രീകാര്യത്ത് നിന്ന് വളരെ സാവധാനം ആ വാഹനം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ ആ റോഡിന് ഇരുവശത്തും നിൽക്കുന്നവർക്ക് അദ്ദേഹത്തെ അവസാനമായി കാണുന്നതിന് ശരിയാണ് വിജയകുമാർ. അങ്ങനെ ശ്രീകാര്യം പിന്നിടുകയാണ് പതുക്കെ ആ വിലാപയാത്ര. തിരുവനന്തപുരത്ത് നിന്ന് ഈ വിലാപയാത്ര ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ ജനക്കൂട്ടം അത് ശ്രീകാര്യത്തായിരുന്നു. അതിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. മുതിർന്ന ആളുകളുടെ തോളിലേറി കൊച്ചുകുട്ടികൾ VS അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ ജനക്കൂട്ടം, ജനങ്ങൾക്കിടയിൽ ജീവിച്ച VS ജനങ്ങൾക്കിടയിലൂടെ തന്നെ യാത്രയാകുന്നു. തൻ്റെ ജന്മനാട്ടിലേക്ക്, ആലപ്പുഴയുടെ മണ്ണിലേക്ക് VS ഇപ്പോൾ യാത്രയാവുകയാണ്.